ഹായ് ഫ്രണ്ട്സ്, ചാപ്റ്റർ 6A സെക്ഷൻ 80 TTA ആൻഡ് 80 TTB ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ 80 TTA നോക്കാം. 80 TTAയിൽ പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഇൻ സേവിങ്സ് അക്കൗണ്ട്. അതായത് നമ്മളെ സേവിങ്സ് അക്കൗണ്ടിലെ ഡെപ്പോസിറ്റിന് എഗെയിൻസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകത്തിന് ഒരു സ്പെസിഫിക് ലിമിറ്റ് ഡിഡക്ഷൻ അലോ ചെയ്തു തരുന്ന സെക്ഷനാണ് സെക്ഷൻ 80 TTA. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUFന് മാത്രമാണ് സെക്ഷൻ 80 TTA അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് കമ്പനി, HUF, AOP, BOI ഇവർക്കൊന്നും തന്നെ ഈ സെക്ഷൻ അപ്ലിക്കബിൾ അല്ല. ആൻഡ് നമ്മളെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നമ്മളെ സേവിങ്സ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻകം ഇൻക്ലൂഡഡ് ആണെങ്കിൽ അപ് ടു 10,000 വരെ സെക്ഷൻ 80 TTAയിൽ നമുക്ക് ഡിഡക്ഷൻ അലവബിൾ ആണ്. ഇവിടെ സേവിങ്സ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതർ ദാൻ ടൈം ഡെപ്പോസിറ്റ് ആണ്. ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പം ഒരു ഫിക്സ്ഡ് പീരീഡിൻ്റെ എക്സ്പയറിക്ക് ശേഷം നമ്മൾ ഡെപ്പോസിറ്റ്സ് റീപേ ചെയ്തു തരുന്ന ഒരു സ്കീമായിരിക്കും ടൈം ഡെപ്പോസിറ്റിൽ ഉണ്ടാവുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് നോർമൽ സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സ് ആണ്. അതിൻ്റെ എഗെയിൻസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം. ഓക്കെ, ആൻഡ് കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ഈ സേവിങ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ബാങ്കിങ് കമ്പനിയിലോ അല്ലെങ്കിൽ ബാങ്കിങ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിലോ ആയിരിക്കണം ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഡിഡക്ഷൻ അപ് ടു 10,000 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം 10,000-നേക്കാൾ ബിലോ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ഓർ 10,000 വിച്ച് എവർ ഈസ് ലോവർ ആണ് നമുക്ക് സെക്ഷൻ 80 TTAയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം 5,000 ആണെങ്കിൽ 10,000 ഓർ 5,000 വിച്ച് എവർ ഈസ് ലോവർ, അതായത് 5,000 ആണ് നമുക്ക് സെക്ഷൻ 80 TTAയിൽ എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ. സെക്ഷൻ 80 TTBൻ്റെ ഡിഡക്ഷന് എലിജിബിൾ ആയിട്ടുള്ള ഒരു സീനിയർ സിറ്റിസണിന് സെക്ഷൻ 80 TTAൻ്റെ ഡിഡക്ഷൻസ് അലവബിൾ അല്ല. ഇനി നമുക്ക് സെക്ഷൻ 80 TTB നോക്കാം. സെക്ഷൻ 80 TTBയിൽ പറയുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഇൻ കേസ് ഓഫ് സീനിയർ സിറ്റിസൺസ്. റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺസിനാണ് സെക്ഷൻ 80 TTB അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 60 വയസ്സോ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നു റെസിഡൻറ്റ് സീനിയർ സിറ്റിസൺ എന്ന്. അതായത് നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് സെക്ഷൻ 80 TTA തന്നെയാണ് അപ്ലിക്കബിൾ ആവുക. ബിക്കോസ് 80 TTAയിൽ ഇൻഡിവിജ്വൽ ഓർ HUF എന്ന് മാത്രമാണ് പറയുന്നത്. അവിടെ സ്പെസിഫിക്കലി റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് എന്ന് മെൻഷൻ ചെയ്യുന്നില്ല. റെസിഡൻറ്റ് സീനിയർ സിറ്റിസൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലെ ഡെപ്പോസിറ്റിന് എഗെയിൻസ്റ്റ് അവർക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ഇൻകം ഇൻക്ലൂഡഡ് ആണെങ്കിൽ അപ് ടു 50,000 വരെ അവർക്ക് 80 TTBയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ് ടു 50,000 എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് ഇൻകം 50,000-നേക്കാൾ ലോവർ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ഓർ 50,000 വിച്ച് എവർ ഈസ് ലോവർ ആണ് ഡിഡക്ഷനായിട്ട് 80 TTBയിൽ അവർക്ക് എലിജിബിൾ ആവുക. ഫോർ എക്സാമ്പിൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഓർ സേവിങ് അക്കൗണ്ടിലെ രണ്ടിൻ്റെയും ഇൻട്രസ്റ്റ് 25,000 ആണെങ്കിൽ 25,000 ഓർ 50,000 വിച്ച് എവർ ഈസ് ലോവർ ആണ് 80 TTBയിൽ അവർക്ക് എലിജിബിൾ ആവുക. 80 TTAയിൽ സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ്സിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം മാത്രമാണ് കവർ ചെയ്തിരുന്നത്. 80 TTBയിൽ ബോത്ത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് 80 TTAയിലെ പോലെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ബാങ്കിങ് കമ്പനിയിലോ അല്ലെങ്കിൽ ബാങ്കിങ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ പോസ്റ്റ് ഓഫീസിലോ ആയിരിക്കണം സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉള്ള അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് 80 TTA 80 TTB റിലേറ്റഡ് ആയിട്ട് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.